സാറേ, എറണാകുളം മഹാരാജാസ് കോളേജിലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന അഭിമന്യു, ആ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട് 7 വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടും അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് കണ്ടെത്തിയില്ലെന്ന് മാതാപിതാക്കൾ പരാതിയുമായിട്ട് വരുന്നത് BJPയുടെ നേതാവായിട്ടുള്ള BJPയുടെ MP ആയിട്ടുള്ള സുരേഷ് ഗോപിയുടെ മുമ്പിലാണ്. അപ്പോൾ SFI നേതാവിൻ്റെ മരണം അന്വേഷിക്കാൻ BJP നേതാവിനെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ. സാർ കേട്ടിരുന്നു ഈ വാർത്ത? അതെ, അതായത് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച അഭിമന്യുവിൻ്റെ വീട്ടിൽ സുരേഷ് ഗോപി പോയിരുന്നു. അഭിമന്യുവിൻ്റെ വീട്ടിൽ 2ാമത്തെ തവണയാണ് സുരേഷ് ഗോപി പോകുന്നത്. മുമ്പും പോയിരുന്നു, പഴയ വീട്ടിലും പോയി, പുതിയ വീട്ടിലും പോയി സുരേഷ് ഗോപി. അപ്പോൾ ഈ വട്ടവടയിൽ മറ്റേ കലിംഗ് സംവാദം നടന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഭൂപതി, അഭിമന്യുവിൻ്റെ അമ്മ, സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടു, ഇത് പ്രധാനപ്പെട്ട പ്രതിയെ ഇനിയും പിടിച്ചിട്ടില്ല, അതുകൊണ്ട് 7 കൊല്ലമായി കേന്ദ്ര ഏജൻസികൾ, അതുകൊണ്ടിത് അന്വേഷിക്കണം, ഇടപെടണം, അതിനുവേണ്ടി സുരേഷ് ഗോപി ഇടപെടണം എന്ന് അമ്മ ആവശ്യപ്പെട്ടു. മാതാവ് ഭൂപതി 7 കൊല്ലമായി ഈ മരിച്ചു പോയിട്ട്. 2018 ജൂലൈയിലല്ലായിരുന്നു. അപ്പോൾ കൊട്ടാക്കമ്പൂരിലെ പഴയ വീട്ടിലും പുതിയ വീട്ടിലും സുരേഷ് ഗോപി പോയിരുന്നു. പിതാവ് മനോഹരൻ, സഹോദരൻ പരിജിത്ത്, അവരുമൊക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു സുരേഷ് ഗോപി. 2018 ജൂലൈ 12-നാണ് അഭിമന്യുവിനെ ഈ SDPI PFI പ്രവർത്തകർ കൊല്ലുന്നത്. മഹാരാജാസ് കോളേജിനെ സംബന്ധിച്ച് വലിയ നടുക്കം ഉളവാക്കുന്ന ഒരു സംഭവമാണ്. ഞാനും മഹാരാജാസ് കോളേജിൽ പഠിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ആ ക്യാമ്പസിലൊക്കെ ഇങ്ങനെ ചോര വീഴുന്നു എന്ന് പറഞ്ഞാൽ, ഈ ബ്രിട്ടോയുടെ എന്ന് പറഞ്ഞാൽ മഹാരാജാസിന്റെ പുറത്താണത്, ആശുപത്രി വളപ്പിലാണ് ഈ സംഭവം, ബ്രിട്ടോയുടെ സംഭവമൊക്കെ. ഇത് കോളേജിന്റെ അകത്ത് തന്നെയല്ലേ. അതൊക്കെ പണ്ടൊന്നും അങ്ങനെ നടക്കില്ലായിരുന്നു. അപ്പോൾ 2ാം തവണയാണ് സുരേഷ് ഗോപി, ഞാൻ പറഞ്ഞ പോലെ, അഭിമന്യുവിൻ്റെ വീട്ടിൽ പോകുന്നത്. അപ്പോൾ ഈ 3,10,00,000 രൂപ അല്ലേ അഭിമന്യുവിൻ്റെ പേര് പറഞ്ഞിട്ട് പാർട്ടി പിരിക്കുകയൊക്കെ ചെയ്തു. 25 ലക്ഷം രൂപയാണ് വീട് വെച്ച് കൊടുത്തത് അല്ലേ. 10 ലക്ഷം രൂപ സഹോദരിക്ക് വേണ്ടിയും മാറ്റിവെച്ചു. പിന്നെ ഒരു ലൈബ്രറി ഒക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കി. അപ്പോൾ ഇത് എറണാകുളത്തൊരു അഭിമന്യു മന്ദിരം ഉണ്ടാക്കിയിട്ട് അത് അർബൻ സഹകരണ ബാങ്കിന് വാടകയ്ക്ക് കൊടുത്തു ഇല്ലേ. അഭിമന്യുവിൻ്റെ പേരിലൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ടേ, സ്മാരകം എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് അത് വാടക ഉണ്ടാക്കുന്ന ഒരു സംരംഭമായിട്ട് തിരിയാണ് ചെയ്തത്. അപ്പോൾ ഈ കാസർഗോഡുകാരനൊരു മുഹമ്മദ് ഇതിൻ്റെ അകത്ത് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ നേതാവായിരുന്ന ഒരാളാണ്, ആസൂത്രകൻ. അയാളാണ് മറ്റേ അഭിമന്യുവിനെ പുലർച്ചെ വിളിച്ചു വരുത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാണോ ഈ മുഖ്യപ്രതി എന്നുള്ള കാര്യത്തിൽ സംശയം. ഇതിൽ ഒളിവിൽ പല ആളുകളും പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് കീഴടങ്ങുകയാണ് ചെയ്തിരുന്നത്. പാർട്ടീൻ്റെ അകത്ത് വലിയ താല്പര്യമൊന്നും എടുത്തിരുന്നില്ല. വേണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള മട്ടിലാണ്. ഇതിന്റെ കുറ്റപത്രം തന്നെ കോടതിയിൽ നിന്ന് കാണാതായല്ലോ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ. അപ്പൊ കോടതിയിൽ നിന്ന് ഇത് എടുത്തു മാറ്റാനൊക്കെ CPM പ്രവർത്തകർ എന്നെ സഹായിച്ചതൊക്കെ ആയിട്ടാണ് പറയുന്നത്. 2019 ഇതിൽ പ്രതിയായിട്ടുള്ള ചേർത്തല പാണാവള്ളി തൃച്ചാറ്റുകുളം നമ്പി പുത്തലത്ത് മുഹമ്മദ് ഷഹീം 31 വയസ്സ്, അയാൾ കീഴടങ്ങി 2019 അടുത്ത കൊല്ലം നടന്ന അടുത്ത കൊല്ലം. അയാൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ. അയാൾ ആണ് അഭിമന്യുവിൻ്റെ സുഹൃത്ത് അർജുനെ കുത്തിയത്. ഈ ഷഹീം ആണ് അർജുനെ കുത്തിയത്. അഭിമന്യുവിനെ കുത്തിയ മരട് നെട്ടൂർ മേക്കാട്ട് സഹൽ ഹംസ 21 വയസ്സ് അന്ന്. അയാൾ 2021 കീഴടങ്ങി എന്ന് പറഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പൊ പ്രതികളെ പിടിക്കാൻ, പ്രധാനപ്പെട്ട പ്രതികളെ, അഭിമന്യുവിനെയും സുഹൃത്ത് അർജുനെയും കുത്തിയ പ്രധാനപ്പെട്ട പ്രതികളെ പിടിക്കുന്നതിലൊന്നും മറ്റേ കമ്മ്യൂണിസ്റ്റ് പോലീസിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരെ ഒഴിവാക്കിയിട്ട്, ഈ സഹലിനെയും ഷഹീമിനെയും ഒക്കെ ഒഴിവാക്കിയിട്ട് 16 പ്രതികളുള്ള ഒരു ആദ്യ കുറ്റപത്രം ആണ് കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. 2018 ജൂലൈ 2 രാത്രി 12:45 സംഭവം എന്ന് കുറ്റപത്രത്തിൽ നിന്ന് നമുക്കറിയാം. ഇതിലൊരു പ്രതി
TJ ജോസഫ് ഇല്ലേ, പ്രൊഫസർ, കൈവെട്ടി, ആ പ്രൊഫസറിന്റെ കൈവെട്ടിയ ആള് മനാഫാണ് ഇതിൽ 13ാം പ്രതി. ആ കേസിലെ പ്രതി അല്ലേ? TJ ജോസഫ് സാറിനെ വെട്ടിയ ആള്. അപ്പോൾ ഈ അമ്മ ഭൂപതി മറ്റേ അഭിമന്യുവിൻ്റെ 2024 ഡിസംബറിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതായത് ഈ കേസന്വേഷണമൊന്നും മര്യാദയ്ക്കല്ല നടന്നത്, ഈ കേസിൻ്റെ ട്രയൽ അല്ലേ, വിചാരണ ഇനിയും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ സംഭവത്തിൽ പാർട്ടി അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് എറണാകുളം ജില്ലാ കമ്മിറ്റി ഇതിൽ വീഴ്ച വരുത്തി, അഭിമന്യുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ M. സ്വരാജിനെ ഇതിൻ്റെ മേൽനോട്ടം ഏൽപ്പിച്ചു. അതുപോലെ ഈ കലൂരിലെ അഭിമന്യു സ്മാരക മന്ദിരം ആണ് അർബൻ സഹകരണ ബാങ്കിന് വാടകയ്ക്ക് കൊടുത്തത്. അതും വീഴ്ചയാണെന്നാണ് പാർട്ടി വിലയിരുത്തിയത്. താനൂരിലെ റഹ്മാൻ നമ്മുടെ മന്ത്രി PK ഫിറോസിനോട് ചെറിയ വോട്ടിനല്ലേ ജയിച്ചത്. അപ്പൊ റഹ്മാന് SDPI പിന്തുണ കൊടുത്തിരുന്നു ഇലക്ഷന് താനൂരില്. അതിന് പകരം ഈ അഭിമന്യു കേസിലെ പ്രതികൾക്ക് സഹായം വേണം എന്ന് CPM-നോട് SDPI ആവശ്യപ്പെട്ടിരുന്നു എന്ന് PK ഫിറോസ് ആരോപിച്ചിരുന്നു ആ കാലത്ത്. അപ്പോൾ 6 വർഷമായിട്ടും വിചാരണയില്ല എന്നൊക്കെ ഉള്ളത് ഫിറോസും വന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ അമ്മ ഭൂപതി ഭൂപതിയെ സഹായിക്കാനും കേസിൽ വേണ്ട സഹായമൊക്കെ കൊടുക്കാനും ഒക്കെ പിന്നീട് വീഴ്ച കണ്ടിട്ട് പാർട്ടി അഡ്വക്കേറ്റ് KS അരുൺകുമാറില്ലേ, അരുൺകുമാറിനെ മാറ്റിയിട്ടല്ലേ ആ ഡോക്ടർ ജോയെ തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയാക്കിയത്, മറ്റേ ചുമരെഴുത്തിനൊക്കെ ശേഷം ആ അരുൺകുമാറിനെ ചുമതലപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും വീഴ്ച ഉണ്ടെന്നുള്ളത് പാർട്ടിയും സമ്മതിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളത് കുറ്റപത്രവും ഒക്കെ കാണാതായിരുന്നു. 30ലേറെ തവണ കേസ് മാറ്റിവെക്കുകയും ചെയ്തു അല്ലേ? ലാവ്ലിൻ കേസ് പോലെ തന്നെ ഈ കേസും ഇങ്ങനെ മാറ്റിവെക്കുകയാണ്. അപ്പൊ PFIയും SDPIയും പ്രവർത്തകരാണ് അഭിമന്യുവിനെ കൊന്നത്. ഇതിൽ പ്രധാനപ്പെട്ട പ്രതി ഗൾഫിലേക്ക് കടന്നു എന്നൊക്കെ വായിച്ചിരുന്നു ആ കാലത്ത്. ഈ പോസ്റ്റർ ഒട്ടിക്കുന്നതിൽ ആദ്യമേ SFI ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ പോസ്റ്റർ ഒട്ടിക്കുന്നതിനെ പറ്റിയിട്ടുള്ള തർക്കമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് FIR-ലൊക്കെ പറഞ്ഞിരുന്നത്. വർഗീയത തുലയട്ടെ എന്നോ മറ്റോ ഇവരെയൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ 3 കോടി 10 ലക്ഷം രൂപ പിരിച്ചു. 30 പ്രതികൾ ആണ് ഉള്ളത് ആ കേസിൽ. എല്ലാ പ്രതികളെയൊന്നും ഇനിയും ഇതിൻ്റെ അകത്ത് പിടിച്ചു എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അന്വേഷണത്തിന് ഭരത്ചന്ദ്രൻ IPS തന്നെ വരണം എന്ന് അഭിമന്യുവിൻ്റെ കുടുംബം ആഗ്രഹിക്കുന്നതും സുരേഷ് ഗോപി സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ സാർ, ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന MP-യോട് ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസം അതല്ലേ? കാരണം അദ്ദേഹത്തെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വീട് വെക്കാനൊരു സഹായം ചെയ്യും, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ പറഞ്ഞു തരും. അല്ലെങ്കിൽ ഇപ്പോൾ SFIയുടെ സജീവ പ്രവർത്തകനായിരുന്ന അഭിമന്യുവിൻ്റെ 7 വർഷം കഴിഞ്ഞിട്ടും ഒരു വിചാരണ നടപടികളൊന്നും വരുന്നില്ല. ആ മാതാപിതാക്കൾ സങ്കടം കൊണ്ട് എത്ര തവണ ഈ CPM-ൻ്റെ നേതാക്കളെ സമീപിച്ചാണ്. അപ്പോൾ നിവർത്തികേടുകൊണ്ട് BJPയെ സമീപിക്കുക, സുരേഷ് ഗോപിയെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കില്ല ചുറ്റും നിന്ന് സുരേഷ് ഗോപി ഈ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കല്ലെറിയുന്നത്. ഈ BJPക്കാർക്ക് അറിയില്ലെങ്കിലും സുരേഷ് ഗോപി എങ്ങനെയാണ് ജയിച്ചതെന്ന് സുരേഷ് ഗോപിക്ക് അറിയാമല്ലോ. കാരണം ഈ പാർട്ടി മൊത്തത്തില് കുട്ടിച്ചോറാക്കിയ മറ്റേ കരുവന്നൂർ ബാങ്ക് തുടങ്ങിയിട്ടുള്ള ഒരുപാട് അലമ്പുകളുണ്ടല്ലോ പാർട്ടി തൃശ്ശൂരിൽ ഉണ്ടാക്കിയത്. ഇതുകൊണ്ടും ഒക്കെ കൂടി ഇല്ലേ ജനങ്ങൾക്ക് വിശ്വാസം വരുന്നതാണല്ലോ. ഈ പാർട്ടിയിലുള്ള വിശ്വാസം ജനത്തിന് നഷ്ടപ്പെട്ടു CPM-ല്. അങ്ങനെ സുരേഷ് ഗോപിയെ വിശ്വസിച്ച് വോട്ട് ചെയ്താണെന്ന് സുരേഷ് ഗോപിക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പൊ സുരേഷ് ഗോപി പാർട്ടിക്കാർക്കും നല്ല ബോധ്യമുണ്ടല്ലോ. അദ്ദേഹം അതിനുവേണ്ടി ഒരു കാര്യം പറഞ്ഞതാണ് സുരേഷ് ഗോപി എന്നുള്ളത് നാട്ടുകാർക്കറിയാം. വെറുതെ ഈ ചില രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ ഈ വീൺ വാക്കില്ലേ, അത് പറയില്ല. അത് ഞാൻ വേണ്ട പോലെയൊക്കെ ചെയ്തോളാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കൊണ്ട് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യുന്നൊരു MP പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ കാലത്തൊക്കെ ഈ സുരേഷ് ഗോപി അടുത്ത കാലത്ത് തന്നെ പറഞ്ഞത് എൻ്റെ വരുമാനം കുറഞ്ഞു പോയി,
സിനിമയിൽ പോയി കഴിഞ്ഞാൽ ഇനി ജീവിക്കാൻ പറ്റുള്ളൂ എന്നല്ലേ പറഞ്ഞു. അതെ, പ്രധാന കോഴ മേടിക്കാനുള്ള ഒരു പരിപാടിയായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുമില്ല പൊതുജന സേവനം എന്ന് പറയുന്നത്. അപ്പൊ മാർക്സിസ്റ്റുകാർക്ക് പോലും വിശ്വാസം BJP MP അല്ലേ, സുരേഷ് ഗോപിയെ പോലുള്ള ആളുകളാണ്. തൃശ്ശൂരിലുള്ള ചില ഈ പീറ സാഹിത്യകാരുണ്ടല്ലോ 4-5 പേര്, ഇവരെ പോലുള്ള ചില ആളുകൾ സുരേഷ് ഗോപിക്കെതിരെ ഇടക്കിടയ്ക്ക് പോസ്റ്റ് ഇടുന്നുണ്ട്, അശോകൻ ചെരുവിനെ പോലുള്ള ആളുകൾ. എന്നല്ലാതെ ജനങ്ങൾക്ക് മാർക്സിസ്റ്റുകാരെ പറ്റി വലിയ അഭിപ്രായമൊന്നുമില്ല. തൃശ്ശൂര് സുരേഷ് ഗോപിയും BJPയും തന്നെയാണ് വിശ്വാസം. തൃശ്ശൂരിന് പുറത്തും സുരേഷ് ഗോപിയെ പറ്റി പാർട്ടിക്കാർക്ക് തന്നെ വിശ്വാസം ഉണ്ടെന്ന് തെളിയിക്കുന്ന സംഭവമാണിത്. അപ്പോൾ സുരേഷ് ഗോപി അന്വേഷിച്ച് പ്രതികളെ കണ്ടുപിടിക്കണം എന്നാണ് ഇപ്പോൾ അഭിമന്യുവിന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.